ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ടെക്നോയുടെ ഫോണാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് DM വെറൈറ്റി ഫെയിൽഡ്. ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് സോഫ്റ്റ്വെയർ അടിച്ചിട്ട് അങ്ങനെയൊക്കെ വരുന്ന കംപ്ലയിൻറ്റ്സ് ആണ് കേട്ടോ. ചിലപ്പം ഒക്കെ അങ്ങനെ വരാറുണ്ട്. നമുക്ക് അൺലോക്ക് ടൂൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഇത് ബൂട്ട് ലോഡർ നമുക്ക് അൺലോക്ക് ചെയ്യണം. അതിന് നമ്മൾ അൺലോക്ക് ടൂളിനകത്ത് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. PREM എന്ന് പറഞ്ഞ് MTK എന്ന് പറയുന്ന മോഡൽ എടുത്താൽ മതി, വേറെ ഒന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് PERM ബൂട്ട് ലോഡർ അൺലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഫോണ് വോളിയം അപ്പ് കീ ഹോൾഡ് ചെയ്തതിനു ശേഷം കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്കായി വരുന്നത് കാണാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെ കണ്ടിട്ടുണ്ടാവും പാച്ച് DM വെറൈറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ കണക്ട് ചെയ്ത ശേഷം പാച്ച് DM വെറൈറ്റി കൊടുക്കുക. അതിനുശേഷം ഫോൺ നമ്മൾ ഫോർമാറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം ഒന്നുകൂടി കണക്ട് ചെയ്യാം. ഫോർമാറ്റ് ബൈ റിക്കവറി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മറ്റുള്ള ഫോർമാറ്റ് കൊടുത്താൽ ഫോൺ ഓണായി വരില്ല. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് റിക്കവറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫോൺ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. കാരണം ഇത് ഓണാവാൻ ടെക്നോ എന്നൊരു ലോഗോ വന്നത് കുറേ നേരം ഹാങ് ആവും. കുറച്ച് സമയത്തെ ഓണാവുള്ളൂ. കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓണായിട്ടുണ്ട്. ബാക്കിയൊക്കെ നെക്സ്റ്റ് സ്കിപ്പ് കൊടുത്താൽ ഓക്കെ. അതിൽ FRP ലോക്ക് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ FRP ലോക്ക് ഉണ്ടാവില്ല. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഓക്കെ, ഓണായിട്ടുണ്ട്. ഫോൺ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് ഓഫാക്കി ഓണാക്കിയൊക്കെ നോക്കി. ഓക്കെ, ചില കേസിനകത്ത് ഫോണിൽ IMEI നമ്പർ പോകും കേട്ടോ. നമ്മളത് ചെക്ക് ചെയ്യണം. അതുവരും പോകാറുള്ളൂ. 0*06# അടിച്ച് നോക്കിയാൽ നമുക്ക് IMEI ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരാം.